ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്ന വിഷലിപ്തമായിട്ടുള്ള വർഗീയ വാക്കുകൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ നിരീക്ഷണമാണ് ഞാൻ ആ പോസ്റ്ററോടെ പങ്കുവച്ചത്. നേരത്തെ കാരശ്ശേരി ഭാഷ പറയുന്ന പോലെ നൗഷാദ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അത് അവരെ എവിടെ നിന്നുള്ളൂ അത് ആ ചെറുപ്പക്കാരൻ അറിയത്തില്ല. അദ്ദേഹം രക്ഷിക്കാരുടെ മാൻഹോളിൽ ചാടി ജീവൻ വെടിഞ്ഞപ്പോൾ ഈ വെള്ളാപ്പള്ളി എന്നൊരു കേരള യാത്രയിലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല, മാഷോട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ കേരളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ചില വാക്കുകളായിരുന്നു. അതിനുശേഷം അദ്ദേഹം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സമീപം ചുങ്കത്തറ എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഓഡിയോയും വീഡിയോയും ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിളാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ആ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഇന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ വന്നിരിക്കുന്ന വ്യാപകമായിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ ഭയന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു കുറ്റബോധം ഉണ്ടായി മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തിരുത്തി അദ്ദേഹം ഒരു തിരുത്തലാണ് ഇപ്പോൾ നടത്തിയതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം സ്വയം തിരുത്തുവാണെങ്കിൽ സ്വാഗതാർഹം. കാരണം തെറ്റുകൾ തിരുത്തുന്നവരെ നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കൂറ് കാണിച്ചിട്ടുണ്ടോ ആ പ്രസ്ഥാനത്തിൻ്റെ അണികൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിനോട് എതിർക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടിലെ വൈരുദ്ധ്യങ്ങളാണ് അതിൻ്റെ കാരണം. ഇപ്പം ഞാൻ പ്രതികരിച്ചെന്ന് പറഞ്ഞത് എൻ്റെ ബോധ്യമായി ഞാൻ പ്രതികരിക്കുന്നത്. ഞാനൊരു ഒരു ഭയവും കണ്ടെത്തിയില്ല. ഇത് നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി നോക്കൂ. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വെള്ളാപ്പള്ളി റോൾ മോഡലാണോ? അല്ല. ഇവിടെ എത്രയോ സമുദായ നേതാക്കന്മാരുണ്ട്. അവരെ ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറയുന്നുണ്ടോ? കേരളം ഒരു പരിഷ്കൃത സമൂഹത്തെ ബഹുസ്വരതയുള്ളൊരു നാടാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വർഗീയത പറയുന്നത്? അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആർക്ക് വേണ്ടി ഇദ്ദേഹം വർഗീയത പറയുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഇരിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളിൽ 95% ആളുകളും ഏറ്റവും മിനിമം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരിക്കലും ഒരു വിലയും കൽപ്പിക്കത്തില്ല. കാരണം ജാതി ചോദിക്കരുത് പറയരുതെന്നാണ് മഹാനായ ഗുരുദേവൻ ഈ ലോകത്തോട് വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണ്. അത് ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് അനുയോജ്യമല്ല. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. LDFന്റെയും CPM-ന്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അദ്ദേഹത്തെ എതിർക്കും എന്ന ബോധ്യം റെജി ലൂക്കോസിനുണ്ട്. പക്ഷെ ആ ബോധ്യം പോലും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും ഉണ്ടാവാത്തതുകൊണ്ടാണ്. ഇല്ല, അത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവരാരും വെള്ളാപ്പള്ളി നിർദ്ദേശം പറയുന്നത് മുഴുവൻ ശരിയാണെന്നൊരു വാദഗതിയായിട്ട് വന്നിട്ടുണ്ടോ? ഈ മാൻഹോളിൽ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അന്ന് ഇദ്ദേഹത്തിന് പരസ്യമായിട്ട് തള്ളി പറഞ്ഞു. അതുകൊണ്ട് അന്ന് പിണറായി മുഖ്യമന്ത്രി അല്ല റെജി ലൂക്കോസ്, പാർട്ടി സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രത്യേകിച്ചും ഇദ്ദേഹം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിഷപ്രയോഗങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോഴും ഒരു പാർട്ടി സെക്രട്ടറി പദത്തിലിരിക്കുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഞാനതിനെ കൃത്യമായ രീതിയിലുള്ള അളവുകൾ വർണ്ണിക്കുന്നൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം മലപ്പുറത്ത് നടത്തിയ വിഷലിപ്തമായിട്ടുള്ള വർഗീയത ഒരു ജില്ലയിൽ തന്നെ ആക്ഷേപിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാം മലപ്പുറത്തേക്കാണ് വരുന്നത്, മലപ്പുറത്തേക്കാണ് എല്ലാം കൊണ്ടുവരുന്നത്. മലപ്പുറം അങ്ങനെ സമ്പന്നമായെന്ന് പറയുന്നത് തെറ്റാ. അദ്ദേഹം ചിലപ്പോൾ എഴുതി കൊടുത്തവർ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. കാരണം ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് ഈ ഒരു വ്യക്തിഗത വരുമാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കോട്ടയം ജില്ല, 2ാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ല, 8ാം സ്ഥാനമേ ഉള്ളൂ മലപ്പുറം ജില്ലയുള്ളൂ. മലപ്പുറം വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ സെൽഫായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലേ, ആ സമൂഹത്തിലെ ജനങ്ങൾക്ക് ആർജിച്ചെടുത്തിട്ടല്ലേ, അതിനെ നമ്മളിതിനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം പറയാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വ്യക്തി കേരളീയ പൊതുസമൂഹത്തിന് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു നിഷ്പക്ഷമതികളായ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നില്ല. ഇദ്ദേഹം തന്റെ സ്വന്തം നിലനിൽപ്പിന് കേരളത്തിലെ മലയാളികളായ നിഷ്പക്ഷർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. പക്ഷമുള്ള ഇടതുപക്ഷം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അത് ഔദ്യോഗികമാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തുന്നു, മന്ത്രിമാർ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് തോൽവി ശേഷവും പാർട്ടി അതേക്കുറിച്ചൊരു വിശദീകരണവും നൽകുന്നില്ല. റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചിട്ടു. അല്ല, അതിനകത്തൊരു വിശദീകരണമുണ്ടോ? അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ശേഷം ആലപ്പുഴ കടപ്പുറത്ത് അദ്ദേഹത്തിന് 30ാമത്തെ SNDP പ്രയോഗം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് 30ാമത്തെ വാർഷികത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം, ശ്രദ്ധിക്കണമെന്നൊരു താക്കീത് അദ്ദേഹം അവിടെ വെച്ച് കൊടുത്തതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏത് രാഷ്ട്രീയ കക്ഷികളെ പോലെയും എല്ലാ സമുദായ നേതാക്കളെയും എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ്. ഇപ്പം പിന്നെ ഇവിടെ വ്യാപകമായ വിമർശനം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ട് ഇറക്കി. ഞാൻ അതിനകത്ത് വലിയ ദോഷമൊന്നും കാണുന്നില്ല. അവരൊന്നും